മലയാള ചലച്ചിത്ര രംഗത്ത് സമീപകാലത്തുണ്ടായ വലിയ സാമ്പത്തിക പരാജയങ്ങളിലൊന്നായി മാറിയിരിക്കുകയാണ് സുമതി വളവ്. ചിത്രത്തിന്റെ നിർമ്മാതാവ് മുരളി കുന്നുംപുറം നേരിട്ട കനത്ത സാമ്പത്തിക ആഘാതത്തെക്കുറിച്ച് പ്രമുഖ നിർമ്മാതാവും ബിസിനസ്സുകാരനുമായ വേണു കുന്നംപള്ളി നടത്തിയ പ്രതികരണങ്ങൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയാവുകയാണ്. 20 കോടി രൂപയോളം നഷ്ടം വന്ന ഈ പ്രൊജക്ട് സിനിമാ നിർമ്മാണ രംഗത്തെ ഇരുണ്ട വശങ്ങളിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. ഈ സിനിമയുടെ കഥ ഏതാനും വർഷങ്ങൾക്ക് മുൻപേ താൻ കേട്ടിരുന്നതാണെന്ന് വേണു കുന്നംപള്ളി പറയുന്നു. തുടക്കത്തിൽ ഏകദേശം 5 അല്ലെങ്കിൽ 6 കോടി രൂപ മാത്രം ചെലവ് പ്രതീക്ഷിച്ചിരുന്ന ഒരു പ്രൊജക്റ്റായിരുന്നു ഇത്. എന്നാൽ നിർമ്മാണം പൂർത്തിയായപ്പോൾ അത് 15 കോടിയിൽ എത്തുകയും റിലീസ് ചെലവുകൾ കൂടി ചേർത്തപ്പോൾ ആകെ തുക 20 കോടി രൂപയായി ഉയരുകയും ചെയ്തു. മുരളി കുന്നുംപുറം എന്ന പ്രവാസി മലയാളി നിർമ്മാതാവ് തന്റെ സമ്പാദ്യം മുഴുവൻ ഈ സിനിമയ്ക്ക് മാറ്റിവെച്ചുവെങ്കിലും ഫലം നിരാശാജനകമായിരുന്നു. സിനിമയുടെ കഥാപരിസരത്തിന് ഒരു സീരിയൽ നിലവാരം മാത്രമേ ഉള്ളൂവെന്നും ഇത്രയും വലിയ തുക മുടക്കി ഈ പ്രൊജക്റ്റുമായി മുന്നോട്ട് പോകരുതെന്നും താൻ നേരത്തെ തന്നെ മുരളിയോട് ഉപദേശിച്ചിരുന്നതായി വേണു കുന്നംപള്ളി വെളിപ്പെടുത്തി. മുരളി കുന്നുംപുറം സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ച വേദനകൾ സത്യമാണെന്ന് വേണു കുന്നംപള്ളി ശരിവെക്കുന്നു. സിനിമയെ ഗൗരവകരമായി കാണാത്ത ചില അണിയർ പ്രവർത്തകരുടെ പ്രലോഭനങ്ങളിൽ വീണാണ് നിർമ്മാതാക്കൾ ഇത്തരം കെണികളിൽ അകപ്പെടുന്നത്. ആത്മാർത്ഥതയില്ലാത്ത ഒരു കൂട്ടം ആളുകൾ സിനിമാ മേഖലയിലുണ്ട്. മറ്റുള്ളവരുടെ പണം കൊണ്ട് അഹങ്കാരത്തിന്റെ അത്യുന്നതകളിൽ വിലസുന്ന ഇവരെ തിരിച്ചറിയണം. ബജറ്റ് കൂടുമ്പോൾ പുതിയ നിർമ്മാതാക്കളെ ചേർക്കുന്നവരും സംവിധാനം പോയിട്ട് ആർട്ടിസ്റ്റുകൾക്ക് കുട പിടിച്ചു കൊടുക്കാൻ പോലും യോഗ്യതയില്ലാത്തവരും ഈ രംഗത്തുണ്ട് എന്ന് വേണു കുന്നംപള്ളി പറഞ്ഞു. സിനിമ തിയേറ്ററുകളിൽ എത്തിക്കാൻ കഴിയാത്ത പ്രതിസന്ധി ഘട്ടത്തിൽ ഗോകുലം മൂവീസ് സഹായത്തിനെത്തിയെങ്കിലും ചിത്രം സാമ്പത്തികമായി വിജയിച്ചില്ല. പ്രീ ബിസിനസ് ഒന്നും നടക്കാതെ സിനിമ തിയേറ്ററിൽ എത്തിക്കുന്നത് വലിയ അപകടമാണെന്ന് താൻ മുന്നറിയിപ്പ് നൽകിയിരുന്നതായും വേണു പറഞ്ഞു. സിനിമ കണ്ടപ്പോൾ തന്നെ അതിന്റെ പരാജയം താൻ മുൻകൂട്ടി കണ്ടിരുന്നു എന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. മലയാള സിനിമയിൽ ഇന്ന് കാണുന്ന വർണ്ണാഭമായ ലോകത്തിന് പിന്നിൽ കണ്ണീരിന്റെ കഥകളുണ്ടെന്ന് ഈ സംഭവം ഓർമ്മിപ്പിക്കുന്നു. പല നിർമ്മാതാക്കളും കനത്ത കടക്കെണിയിലായി ആത്മഹത്യയുടെ വക്കിലാണെന്നും മാനഹാനി ഭയന്ന് പലരും ഇത് പുറത്തു പറയുന്നില്ലെന്നും അദ്ദേഹം പറഞ്ഞു. മലയാള ചലച്ചിത്ര നിർമ്മാണ രംഗത്തെ പുതിയ നിക്ഷേപകർക്ക് ഒരു വലിയ പാഠമാണ് സുമതി വളവ് എന്ന സിനിമയുടെ പരാജയം നൽകുന്നത് എന്ന് വേണു കുന്നംപള്ളി വ്യക്തമാക്കുന്നു. ഒരു പ്രൊജക്ട് ഏറ്റെടുക്കുന്നതിന് മുൻപ് തനിക്ക് അതിനുള്ള കഴിവ് ഉണ്ടോ എന്നും താൻ അതിന് പ്രാപ്തനാണോ എന്നും ഓരോ നിർമ്മാതാവും ആത്മപരിശോധന നടത്തേണ്ടതുണ്ട്. അണിയർ പ്രവർത്തകരുടെ മോഹന വാഗ്ദാനങ്ങളിലും പ്രലോഭനങ്ങളിലും മാത്രം വിശ്വസിച്ച് പണം ഇറക്കുന്നത് വലിയ ചതിക്കുഴികൾക്ക് കാരണമാകും. പ്രവാസി മലയാളി നിർമ്മാതാക്കളുടെ കഷ്ടപ്പാടിലൂടെയുള്ള സമ്പാദ്യം ദൂർത്തടിച്ച് സ്വന്തം പേരും പ്രശസ്തിയും ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന ചില സിനിമാ പ്രവർത്തകർക്കെതിരെ ശക്തമായ നടപടികൾ സ്വീകരിക്കേണ്ടതുണ്ട്. ഇത്തരം തട്ടിപ്പുകാർക്കെതിരെ സിനിമാ അസോസിയേഷനുകൾ ജാഗ്രത പാലിക്കണമെന്നും അടിയന്തരമായി ഇടപെടണമെന്നുള്ള ആവശ്യമാണ് ഉയരുന്നത്. സുമതി വളവ് എന്ന സിനിമയുടെ പരാജയം മലയാള സിനിമയിലെ ഗൗരവമേറിയ സാമ്പത്തിക പ്രതിസന്ധികളിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. കൃത്യമായ പ്ലാനിങ്ങോ ധാരണയോ ഇല്ലാതെ സിനിമാ മേഖലയിലേക്ക് പണം നിക്ഷേപിക്കുന്നത് എത്രത്തോളം അപകടകരമാണെന്ന് ഈ സംഭവം തെളിയിക്കുന്നു. 6 കോടിയിൽ നിന്നും 20 കോടിയിലേക്ക് ബജറ്റ് ഉയർന്നത് നിർമ്മാതാവിന്റെ തകർച്ചയ്ക്ക് കാരണമായപ്പോൾ അണിയറ പ്രവർത്തകരുടെ വാഗ്ദാനങ്ങളിൽ മാത്രം വിശ്വസിക്കുന്നത് ആത്മഹത്യാപരമാണെന്ന പാഠമാണ് ഇത് നൽകുന്നത്.